കോൺഗ്രസിന്റെ പ്രതിനിധി മുഹമ്മദ് ഷമാസിനോടാണ്. ശ്രീ മുഹമ്മദ് ഷമാസ്, ഈ കോക്രോച്ച് ജനതാ പാർട്ടി ഈ സൈബർ ഇടങ്ങളിലൊക്കെ വലിയ ശക്തിയായി ഇങ്ങനെ വരുന്ന കണ്ടപ്പോൾ നമ്മുടെ ശശി തരൂർ പറഞ്ഞു ഇതൊരു സുവർണ അവസരമാണ്, ഇതിന് വേണ്ട രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താമെന്നുള്ള രീതിയിൽ അദ്ദേഹം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. പക്ഷെ പിന്നീട് കോൺഗ്രസ് ഇതേക്കുറിച്ചൊന്നും മിണ്ടുകയുണ്ടായില്ല. ഇന്നലത്തെ സമരത്തിലും ഉണ്ടായിരുന്നില്ല. സ്വാഭാവികമായും നിങ്ങളൊക്കെ നടത്തേണ്ട ഒരു വലിയ സമരം തന്നെയായിരുന്നു അത്. കാരണം നീറ്റ്, അതുപോലെ CBSE ഈ വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി രംഗത്തിറങ്ങേണ്ട NSU പോലും അവിടെ കണ്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഈ പാർട്ടിയുടെ കാര്യത്തിൽ നിങ്ങളുടെ ഒരു നിലപാട് എന്താണ് ഇപ്പോൾ? എന്തായാലും ഈ ചർച്ചയിൽ ഒരു കാര്യത്തിൽ ഞാൻ ഏറെ സന്തോഷവാനാണ്. കാരണം ഈ ചർച്ചയിൽ പങ്കെടുത്ത NDAയുടെ പ്രതിനിധി VHP നേതാവ് ഉൾപ്പെടെ പറയുകയുണ്ടായി, ഈ പറഞ്ഞ രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധികൾ, ഒന്ന് ഈ പറഞ്ഞ നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ഉൾപ്പെടെയുള്ള വിഷയം. ഇപ്പൊ അവതാരകയായ താങ്കളും അല്ല, പ്രതിസന്ധി എന്നൊന്നും പറഞ്ഞില്ലല്ലോ. ആ പ്രതിസന്ധി മറികടന്നിട്ടുണ്ട്. ആ പ്രതിസന്ധി മറികടക്കാൻ കഴിയുന്ന ഒരു സർക്കാരുമുണ്ട്. വലിയ പ്രതിസന്ധി എന്നൊന്നും പറഞ്ഞില്ല. പക്ഷേ അതൊരു പ്രശ്നം തന്നെയാണ്. അല്ല, അതൊരു പ്രശ്നം തന്നെയാണ്. പ്രശ്നമല്ല എന്ന് ഞങ്ങൾ പറയുന്നില്ല. അതിലേക്ക് വരാം. ഓക്കെ, ആ പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ പ്രശ്നം തന്നെയാണ് ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നത്. ആ ഒരു രാജ്യം നേരിടുന്ന വലിയ പ്രതിസന്ധിയെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതിന് അത് സമൂഹ മാധ്യമത്തിൽ ഉൾപ്പെടെ ഉയർന്നു വന്നൊരു കൂട്ടായ്മ. ഏതെങ്കിലും രീതിയിൽ ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയെ പ്രവർത്തിക്കുന്നു, അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ ഇവിടെ അനിൽ വെളയെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു പ്രത്യയശാസ്ത്ര അടിത്തറയുടെ ഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയോ സംഘടനയൊന്നുമല്ലല്ലോ. തികച്ചും ഒരു ആക്ഷേപഹാസ്യ രൂപത്തിൽ ഈ പറഞ്ഞ ചീഫ് ജസ്റ്റിസിൻ്റെ പരാമർശത്തിൽ നിന്ന് ഉദയം കൊണ്ട ഒരു സാമൂഹ്യ മാധ്യമ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മയുടെ ഭാഗമായിട്ട് അവർ പ്രതീക്ഷയ്ക്കപ്പുറത്തേക്കുള്ളൊരു പിന്തുണ ആ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ ലഭിക്കുന്നു. സ്വാഭാവികമായി ആ പിന്തുണയെ തന്നെ ഭരണകൂടം ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതുകൊണ്ടാണല്ലോ ഈ പറഞ്ഞ എക്സ് അക്കൗണ്ട് ഉൾപ്പെടെ പൂട്ടുന്നതിനും ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിയന്ത്രണം വരുത്തുന്നതിനുള്ള ശ്രമങ്ങളൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെയും ബന്ധപ്പെട്ട അധികാരികളുടെയൊക്കെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. അവിടെയാണ് ഈ പറഞ്ഞ അവർ ഉയർത്തിയ മുദ്രാവാക്യവും അവർ സൂചിപ്പിക്കുന്ന പ്രശ്നങ്ങളും ശ്രദ്ധേയമാകുന്നത്. ആ മുദ്രാവാക്യത്തോടും അവർ ഉയർത്തുന്ന പ്രശ്നങ്ങളോടും അവർ ചൂണ്ടിക്കാണിക്കുന്ന വിഷയങ്ങളോടും കോൺഗ്രസ് എന്നല്ല, ഈ രാജ്യത്തെ സ്നേഹിക്കുന്ന വരും തലമുറയെ രക്ഷപ്പെട്ട് കാണാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളും യോജിക്കുകയാണ്. അവരുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രവർത്തന രീതിയോ അവർ പ്രത്യക്ഷത്തിൽ ഉയർത്തുന്ന മറ്റേതെങ്കിലും പ്രവർത്തനങ്ങളോ അല്ല, മറിച്ച് ഈ സോഷ്യൽ മീഡിയ മുന്നേറ്റത്തിന് ആധാരമായി അവർ മുന്നോട്ട് വച്ച ചില കാതലായ വിഷയങ്ങളുണ്ട്. ഈ രാജ്യത്ത് 23 ലക്ഷം നീറ്റ് പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികളെ സംബന്ധിച്ചുള്ള ആശങ്ക, ഈ രാജ്യത്ത് CBSE പരീക്ഷ എഴുതിയിട്ടുള്ള വിദ്യാർത്ഥികളുടെ ആശങ്ക, ഈ പറയപ്പെടുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് ആവശ്യമായ പിന്തുണയും പ്രോത്സാഹനവും നൽകി അവരുടെ എല്ലാ തരത്തിലുള്ള ആഗ്രഹങ്ങളും സഫലീകരിക്കുന്നതിന് വേണ്ടി മാനസികമായും എല്ലാ തരത്തിലും അവർക്ക് പിന്തുണ നൽകി കൂടെ നിൽക്കുന്ന ഈ രാജ്യത്തെ പാവപ്പെട്ട നിരവധി രക്ഷിതാക്കളുടെ ആശങ്ക, ഈ ആശങ്കയൊക്കെ ഏറ്റെടുത്തുകൊണ്ടാണ്, ആ മുദ്രാവാക്യത്തോടാണ് ഞങ്ങൾ ഐക്യപ്പെടുന്നത്. പിന്നെ ഇവിടെ പറയുകയുണ്ടായി കോൺഗ്രസിന് എന്താ, അല്ലെങ്കിൽ കോൺഗ്രസിന്റെ വിദ്യാർത്ഥി യുവജന സംഘടന ആരാ പറഞ്ഞത്? ഈ പറഞ്ഞ പോലെ വിദ്യാർത്ഥി സംഘടനകൾ NSU ഉൾപ്പെടെ, ഇവിടെ കേരളത്തിൽ പോലും KSU ഉൾപ്പെടെ സമരം ചെയ്തല്ലോ. നീറ്റ് വിഷയവുമായി ബന്ധപ്പെട്ടും ഈ പറഞ്ഞ നേരത്തെ CBSE ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചൂണ്ടിക്കാട്ടി വലിയ പ്രതിഷേധങ്ങൾക്കും സമരങ്ങൾക്കും നേതൃത്വം നൽകിയല്ലോ. ഇത് കേവലം ഒരു ഏതെങ്കിലും രീതിയിൽ ഇതിൻ്റെ എല്ലാ തരത്തിലുള്ള വിദ്യാർത്ഥി വിഷയത്തിൽ പ്രതികരിച്ചത് ഈ കോക്രോച്ച് ജനതാ പാർട്ടി എന്ന് പറയുന്ന ഒരു നവമാധ്യമ കൂട്ടായ്മ മാത്രമാണ് എന്ന രീതിയിലേക്കുള്ള ഒരു ധ്വനി ഉണ്ടാക്കി. അതിൻ്റെ പിന്നിൽ ഈ പറഞ്ഞ പോലെ സാധാരണ പൊതുവെ സർക്കാരിനെതിരെ, കേന്ദ്ര സർക്കാരിനെതിരെ, BJPക്കെതിരെ ഉയർന്നു വരുന്ന എല്ലാ ഘട്ടത്തിലും ഉന്നയിക്കുന്ന ഒരു പറ്റം വിഘടനവാദികളാണ്, വിദേശ ശക്തികളാണ്, ആ ആളുകൾക്ക് പിന്നിൽ തീവ്രവാദികളാണ് എന്ന രീതിയിലേക്കുള്ള ഒരു പുകമറയുണ്ടാക്കി യഥാർത്ഥ വിഷയത്തെ വഴിതിരിച്ചു വിടാനുള്ള ഒരു ആസൂത്രിതമായ ശ്രമമാണ് ഇവിടെ നടക്കുന്നത്. നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും കാര്യത്തിൽ ഈ രാജ്യത്ത് 2024 നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർന്നതും പരീക്ഷ റദ്ദാക്കേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായതും അവിടെ അരങ്ങേറിയിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ചും അത് വിൽപ്പന ചരക്കാക്കി വെച്ച കാര്യങ്ങളെക്കുറിച്ചും അവിടെ മറുപടി ഉണ്ടായില്ല. 2026 സമാനമായ സംഭവം വീണ്ടും അതീവ ഗൗരവകരമായ രീതിയിൽ പുറത്തു വരുന്ന, വീണ്ടും ആവർത്തിക്കുന്ന സാഹചര്യം ഉണ്ടായി.
സുപ്രീം കോടതി തന്നെ ചോദിച്ചു, എന്തേ നിങ്ങൾക്ക് ഇനിയും പാഠം പഠിക്കാൻ കഴിഞ്ഞിട്ടില്ലേ എന്ന്. നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഉൾപ്പെടെയുള്ള സംവിധാനത്തിന്റെ പൂർണ്ണമായ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ടു പോകുന്ന സംവിധാനത്തിലേക്ക് കാര്യങ്ങൾ പോയി. എന്താണ് CBSE മൂല്യനിർണ്ണയവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നം? ഇവിടെ അനിൽ വിളയിൽ സൂചിപ്പിച്ച ഒരു കാര്യത്തിൽ അദ്ദേഹം പറഞ്ഞു വെച്ചതിൽ തന്നെ ചില പെശകുണ്ട്. CBSEയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നിട്ടില്ല. നീറ്റ് പരീക്ഷയുമായി ബന്ധപ്പെട്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. ഈ CBSE പരീക്ഷയുടെ മൂല്യനിർണ്ണയത്തിനൊരു പുതിയ രീതി അവലംബിച്ചപ്പോഴുണ്ടായ പെശകാണ്. ആ പെശകിന്റെ ഉത്തരവാദിത്തം ഏതെങ്കിലും തരത്തിൽ ഈ രാജ്യം ഭരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഈ പറഞ്ഞ മന്ത്രിക്കല്ല, ധർമ്മേന്ദ്ര പ്രധാൻ അല്ലാതെ പിന്നെ ആർക്കാണ്? പ്രാഥമികമായ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ അത് ഈ വ്യവസ്ഥിതി മുന്നോട്ട് പോകും? ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പരീക്ഷ സംവിധാനങ്ങൾ മുഴുവൻ തകർച്ചയിലേക്കും ഒരു തരത്തിലുള്ള നിലവാരവും ഇല്ലാത്ത രീതിയിലേക്ക് പോവുകയാണെങ്കിൽ അതെങ്ങനെ അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കഴിയും? അവിടെ മന്ത്രിയുടെ രാജി ആവശ്യപ്പെടുമ്പോൾ അങ്ങനെയുള്ള മുദ്രാവാക്യങ്ങളെ വിഘടനവാദികളെന്നോ അല്ലെങ്കിൽ തീവ്രവാദികളെന്നോ അല്ലെങ്കിൽ വിദേശ ശക്തികളെന്നോ ഒക്കെ പച്ചകുത്തി ആക്ഷേപിച്ച് അങ്ങ് അവസാനിപ്പിച്ച് പോകാൻ വേണ്ടി കഴിയുമോ? ഉയർത്തുന്ന പ്രശ്നത്തിന്റെ ഗൗരവമില്ലേ ഇത്? ഈ പറഞ്ഞ രാജ്യത്തെ ബാധിക്കുന്ന വിവിധങ്ങളായ വിഷയങ്ങളെ സംബന്ധിച്ച്, ഭാവിയെ സംബന്ധിച്ചൊക്കെയുള്ള വലിയ കാതലായ പ്രശ്നമല്ലേ? തൊഴിലില്ലായ്മ ഈ രാജ്യത്ത് ഒരു പ്രശ്നമില്ലാത്ത സ്ഥിതിയുണ്ടോ? നമുക്കൊക്കെ അറിയുന്ന കാര്യമല്ലേ? രാജ്യത്തെ യുവാക്കളെ സംബന്ധിച്ച് തൊഴിലില്ലാത്ത, പണിയെടുക്കാൻ കഴിയാത്ത രീതിയിലേക്കുള്ള സാഹചര്യങ്ങളുണ്ട്. അത് തിരിച്ചറിയുമ്പോൾ, അത് ഉയർത്തിക്കാട്ടുമ്പോൾ അവിടെ നിങ്ങൾ ഈ രീതിയിൽ എന്താണ് അതിനൊരു പ്രത്യേക ഭരണകൂടം പറയുന്നതനുസരിച്ച് അല്ലെങ്കിൽ ഈ സംവിധാനങ്ങൾ പറയുന്നതനുസരിച്ച് ആ രീതിയിൽ പ്രതികരിക്കണം. അതിന് ഇന്ന രീതിയാണ് ഇതിൻ്റെ മാർഗനിർദ്ദേശങ്ങൾ എന്ന രീതിയിൽ ഒരു പൊതു മാനദണ്ഡം നിശ്ചയിക്കാൻ ഈ രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികളെ സംബന്ധിച്ച് ഒരു തരത്തിലുള്ള അവകാശവുമില്ല. അത് അംഗീകരിച്ച് മുന്നോട്ട് പോകുന്നതിനും സാധ്യമല്ല. അത് തുറന്ന അർത്ഥത്തിൽ തന്നെ അത് വ്യക്തമാക്കാൻ ആഗ്രഹിക്കട്ടെ. പിന്നെ കോൺഗ്രസ് നേതൃത്വം ഈ പറഞ്ഞ എല്ലാ സമരങ്ങളെയും കോൺഗ്രസ് അതിൻ്റെതായ കൃത്യമായ ഒരു പ്രത്യയശാസ്ത്രത്തിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നയ നിലപാടുകളുടെ അടിസ്ഥാനത്തിലൊക്കെ പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. ആ പ്രസ്ഥാനത്തിന് എല്ലാ കാര്യത്തിലും കൃത്യമായ അഭിപ്രായങ്ങളുണ്ട്. ഈ വിഷയത്തിലും ഞങ്ങൾ പറഞ്ഞു, ഇവർ ഉയർത്തുന്ന പ്രശ്നത്തോടും അവർ ഉയർത്തുന്ന മുദ്രാവാക്യത്തോടും ഞങ്ങൾ ഐക്യപ്പെടുന്നു. പക്ഷേ ഇവരും ഈ പറഞ്ഞ കോക്രോച്ച് ജനതാ പാർട്ടി പോലും ഏതെങ്കിലും തരത്തിലൊരു പ്രത്യക്ഷ സമരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധത്തിലേക്കോ കടന്നു വരാൻ ആഗ്രഹിച്ചിട്ട് വന്ന സംവിധാനമാണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. കാരണം അവര് ഈ പറഞ്ഞതുപോലെ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം തീർത്തും അവിചാരിതമായി രൂപപ്പെട്ടു വരുന്നു. അതിൻ്റെ ഡെവലപ്മെൻറ്റ്സ് ഈ പറഞ്ഞ പോലെ അവർ പോലും പ്രതീക്ഷിക്കുന്നതിനപ്പുറത്തേക്ക് ഉണ്ടാകുന്നു, പിന്തുണയേറുന്നു. അങ്ങനെ ഒരു കൂട്ടായ്മയുടെ രൂപത്തിലേക്കൊക്കെ അത് ഒരു പരസ്യ പ്രതിഷേധത്തിലേക്കോ കഴിഞ്ഞ ദിവസം ജന്തർ മന്ദിറിൽ ഒരുമിച്ച് കൂടുന്ന രീതിയിലേക്കൊക്കെ മാറുന്നതിന് കാരണം ആ ഘട്ടത്തിൽ തന്നെ ഇതിൻ്റെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ മുൻപന്തിയിൽ നിൽക്കുന്ന ആളുകളൊക്കെ ഈ പറഞ്ഞ വിദേശത്തിരുന്നുകൊണ്ടാണെന്ന് പറയുന്നു. അപ്പോൾ വിദേശത്തിരുന്ന ആളുകളൊക്കെ നാട്ടിലെത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. ഇതൊക്കെ ചേർത്ത് അവസാനം അങ്ങനെ ഉണ്ടെങ്കിൽ ഇവിടെ ഈ പറഞ്ഞതുപോലെ ഇവരൊക്കെ രാജ്യവിരുദ്ധരും വിഘടനവാദികളും വിദേശ ശക്തികളുടെയും വലിയ രാജ്യത്തിന്റെ നിലനിൽപ്പിനെ തന്നെ അട്ടിമറിക്കാൻ പോകുന്ന ആളുകളാണെങ്കിൽ എന്തുകൊണ്ട് ഈ രാജ്യത്തെ നിയമ സംവിധാനത്തിന് ഈ രാജ്യത്തിന്റെ ആഭ്യന്തര ശ്രീ ഷമ്മാസ്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില ആശങ്കകളാണ് പറഞ്ഞത്. അതിന് കൃത്യമായ രേഖകളുടെയും ദൃശ്യങ്ങളുടെയും ഒക്കെ തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഒരു ചർച്ച പോലും സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ആ വിഷയങ്ങളിലേക്കെല്ലാം മടങ്ങിവെത്താം. അതിനു മുൻപായി ഒന്ന് ആ വീഡിയോ റെഡിയായിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആ വീഡിയോയിലേക്കൊന്ന് പോകാം. കാരണം ഇവിടെ നീറ്റും CBSEയും വിദ്യാഭ്യാസ രംഗത്തെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഒരു സമരം നടത്തുമ്പോൾ അവിടെ ഉമർ ഖാലിദിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്ന ആ മുദ്രാവാക്യം വിളിയൊക്കെ ഒന്ന് ശ്രീ മുഹമ്മദ് ഷമ്മാസ് ഒന്ന് കേട്ടു നോക്കണം. അവിടെയാണ് ഇതിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന അപകടത്തെക്കുറിച്ച് നമ്മൾ ചൂണ്ടിക്കാട്ടുന്നത്. താങ്കൾ പറഞ്ഞതുപോലെ നീറ്റ് ആയാലും CBSE ആയാലും ദശലക്ഷക്കണക്കിന് വരുന്ന വിദ്യാർത്ഥികളുടെ ഭാവിയുടെ പ്രശ്നമാണ്. അത് അതേ രീതിയിൽ തന്നെ ഉൾക്കൊള്ളുന്ന ഭരണകൂടം തന്നെയാണ് ഭാരതത്തിലുള്ളത്. അതിൽ വളരെ കൃത്യമായ നടപടികൾ എടുത്ത് ഇതുവരെ പോയിട്ടുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളൊക്കെ ഇതിനകത്തുണ്ട്, സംസാരിക്കും അവർ. അതിനു മുൻപ് ആ വീഡിയോയൊന്ന് നമുക്ക് കണ്ടുവരാം. उमर खालिद को सपोर्ट करिए, पार्टी मेरा उसके साथ फ्यूचर है। उमर खालिद ने तुम्हारी इज्जत लूटी थी क्या? तेरे बाप की इज्जत लूटी, तेरी माँ की इज्जत लूटी है क्या? ये देखिए, How dare you? बता क्या किया है? क्या किया? तेरी बहन की लूटी थी, तेरी बाप की लूटी थी। मतलब ये देखिए इनकी जो है किस तरह से ये एक्सपोज हो रहे हैं. ये चाचा ശ്രീ മുഹമ്മദ് ഷമ്മാസ് ഈ പറയുന്നത് ഒരു മാധ്യമപ്രവർത്തക ചോദിക്കുകയാണ്,
ഇവിടെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി ഉന്നയിച്ചുകൊണ്ട് ഒരു പ്രതിഷേധം നടക്കുമ്പോൾ എന്തിനു വേണ്ടിയാണ് ഉമർ ഖാലിദിന് വേണ്ടി മുദ്രാവാക്യം വിളിക്കുന്നത് എന്ന് ആ മാധ്യമപ്രവർത്തക ചോദിക്കുമ്പോൾ ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുത്ത ഈ CJPയുടെ പാറ്റ പാർട്ടിയുടെ ഒരാൾ പറയുന്ന വാക്കുകളാണ് കേട്ടത്. നിന്നെ ഉമർ ഖാലിദ് റേപ്പ് ചെയ്തോ എന്നാണ് തിരിച്ചു ചോദിക്കുന്നത്. ഇത് തന്നെ ഈ ജന്തർ മന്ദറിലെ ഈ ദൃശ്യം തന്നെ ആരൊക്കെയാണ് ഈ സമരത്തിന് പിന്നിൽ അണിനിരുന്ന ശക്തികൾ എന്ന് വളരെ കൃത്യമായി മനസ്സിലാക്കുന്നതാണ്. എങ്ങനെയാണ് എത്ര വളരെ പ്രയാസകരമായ ഒരു സാഹചര്യം അങ്ങനെ ഒരു വിഷയം ഒരു സമരം എന്ന് പറയുന്നത് ഇപ്പൊ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഭാഗമായി അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗമായി ഒരു സമരം നടക്കുമ്പോൾ അതിൽ ഒരു പൊതുമധ്യത്തിൽ നടക്കുന്നതാണ്. ഏതെങ്കിലും ഒരു ഹാളിനകത്ത് ഒരു കൃത്യമായ രാഷ്ട്രീയ പാർട്ടിയുടെ സമ്മേളനം നടക്കുന്നതല്ല. ഒരു ജനകീയ കൂട്ടായ്മ വരുന്നതിനിടയിൽ ഈ പറഞ്ഞ പലതരത്തിലുള്ള ആളുകളുണ്ട്. അതിനകത്ത് ഈ പറഞ്ഞ ബജറംഗ് ദൾ പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ അത് ഈ സമരത്തിനിടയിൽ നുഴഞ്ഞു കയറി പ്രശ്നങ്ങൾ ഉണ്ടാക്കിയില്ലേ? ആ രീതിയിലേക്ക് പല അഭിപ്രായങ്ങളുള്ള അല്ലെങ്കിൽ പലതരത്തിലുള്ള പശ്ചാത്തലമുള്ള ആളുകളൊക്കെ ചിലപ്പോൾ ആ സമരത്തിന്റെ ഭാഗമായി നുഴഞ്ഞു കയറിയിട്ട് അവിടെ അവരുടെ ഈ ദൃശ്യങ്ങൾ കൊടുക്കരുത് എന്ന് തന്നെ വിചാരിച്ചിരുന്നതാണ്. പക്ഷെ താങ്കൾ പറയുന്നു ഈ സമരത്തിന് പിന്നിൽ എന്ത് രാജ്യവിരുദ്ധതയാണ്, രാജ്യവിരുദ്ധ ശക്തികളെയാണ് നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്നത് എന്ന് ചോദിച്ചു. ഉമർ ഖാലിദ് എന്ന് പറയുന്നത് ആരാണെന്ന് ഞാൻ പ്രത്യേകം പറഞ്ഞ് മനസ്സിലാക്കേണ്ടതില്ലല്ലോ. അങ്ങ് പറഞ്ഞ ആ ഒരു അംശത്തെയാണ് ചോദ്യം ചെയ്തത്. ആ ചോദ്യം ചെയ്തതിൽ പിന്നീടും ചില ഘടകങ്ങൾ കൂട്ടിച്ചേർക്കലുകളുണ്ട്. ഞാൻ അങ്ങയിലേക്ക് എത്താം. അരുൺ മോഹനിലേക്ക് പോവുകയാണ്. ശ്രീ അരുൺ മോഹൻ, ഇവിടെ പ്രതിപാദ്യമായ വിഷയം എന്ന് പറയുന്നത് താങ്കൾ ഈ വിഷ്വലിൽ കാണിച്ച ആളാണോ ഈ പറഞ്ഞ ജൻസി പ്രക്ഷോഭത്തിന്റെ നേതാവ്? പറയൂ. ആ ജൻസി പ്രക്ഷോഭത്തിന്റെ നേതാവാണ്. ആ ജൻസി പ്രക്ഷോഭത്തിന്റെ നേതാവാണ്. ജൻസി പ്രക്ഷോഭത്തിന്റെ നേതാവാണ് ആ പെൺകുട്ടിയോട് സംസാരിക്കുന്നത്. രാജ്യവിരുദ്ധത പൂർണ്ണമായും അരങ്ങേറി എന്ന് പൂർണ്ണമായും ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ദേശസ്നേഹികളായ ആളുകൾ അവിടെ ഒത്തുചേർന്ന് ഇവർക്കെതിരെ പ്രതിഷേധം ഉയർത്തുന്നുണ്ട്. അതിന്റെ ഭാഗം കൂടിയാണ് താങ്കൾ കണ്ടത്.